വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. ആദ്യത്തെ എക്സാം വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ഈ ബിസിനസ് ആൻഡ് സൈബർ ലോ. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിലുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം മതി പാസ്സാവാനും ഹൈ സ്കോറിലെത്താനും സാധിക്കുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് എക്സാമിന്റെ തലേ ദിവസം ഇപ്പോൾ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ഒന്ന് പാസ് ആക്കണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. വരാൻ പോകുന്ന പേപ്പേഴ്സ് എസ്പെഷ്യലി QTയുടെ ഒക്കെ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കറിയാം 100 മാർക്കിൽ 30 മാർക്ക് അസൈൻമെന്റ് ആണ്. ദെൻ ബാലൻസ് 70 മാർക്കിന്റെ എക്സാമിൽ നമുക്ക് 21 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. സോ മിനിമം ഒരു 21 എബവ് സ്കോർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് ആദ്യം പറയാൻ പോകുന്നത്. സോ നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം പാർട്ട് സിയും പാർട്ട് എയുമാണ്. പാർട്ട് സിയുടെയും പാർട്ട് എയുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ചോദ്യത്തിൽ 2 ചോദ്യങ്ങളാണ് essay ആയിട്ട് എഴുതേണ്ടത്. ഒരു ചോദ്യത്തിന് 15 മാർക്കാണ്. ഓക്കെ, ദെൻ പാർട്ട് എയിലാണെങ്കിലും നമുക്ക് ടോട്ടൽ ക്വസ്റ്റ്യൻസിൽ എഴുതേണ്ടത് 5 എണ്ണമാണ് അല്ല, 8 ചോദ്യങ്ങൾ തരുന്നു, 5 എണ്ണമാണ്. ഒരു ചോദ്യത്തിന് 2 മാർക്ക്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത ടോട്ടൽ ക്വസ്റ്റ്യൻസിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് ഉണ്ടെങ്കിലും അതിന്റെ കൂടെ തന്നെ ഈസി ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇടാറുണ്ട്. എന്ന് വെച്ചാൽ 4 essayയിൽ 2 എണ്ണം കുറച്ച് ഡിഫിക്കൽട്ടും 2 എണ്ണം കുറച്ച് ഈസി ചോദ്യങ്ങളാണ് വരാറ്. അപ്പൊ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഈസി ആയിട്ട് എഴുതി സ്കോർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. സോ ഞാൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. essayക്ക് ഒരു 5-6 ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് ഞാൻ അതിൽ നൽകിയിട്ടുള്ളത്. സോ നിങ്ങളത് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് 2 എണ്ണം എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പൊ ഞാൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞാല് വലിയൊരു സബ്ജക്റ്റ് ആണ്. ഇപ്രാവശ്യം essayക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് സൈബർ ക്രൈം. നിങ്ങൾ നിർബന്ധമായി നോക്കി വയ്ക്കുക, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് IT ആക്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗിന്റെ സ്ട്രാറ്റജീസ്, CRMന്റെ ട്രെൻഡ്സ്, CRMനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം. ദെൻ ERP ട്രെൻഡ്സ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം. ദെൻ EPOS എന്താണ്, EPOSന്റെ ഫങ്ഷൻസ് എന്താണ്, അതുപോലെ തന്നെ ബിസിനസ് മോഡൽസ്, ഡിഫറെന്റ് ടൈപ്സ്. ഇങ്ങനെ essayക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 3-4 സജഷൻസ് നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വീണ്ടും പറയുന്നു, സൈബർ ക്രൈമിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ, IT ആക്ട്, അതുപോലെ തന്നെ CRMന്റെ ട്രെൻഡ്സ്, ERP ട്രെൻഡ്സ്, EPOSന്റെ ഫങ്ഷൻസ്, ദെൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ബിസിനസ് മോഡൽസിനെ പറ്റിയുള്ളത്. അപ്പൊ ഇതിൽ നിന്നൊരു 2 ക്വസ്റ്റ്യൻ എന്തായാലും ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ അങ്ങനെ 2 ക്വസ്റ്റ്യൻ നമുക്ക് 100% സൂപ്പർ ആയിട്ട് എഴുതാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് അറിയുന്ന പോലെ വലിയ കുഴപ്പമില്ലാണ്ട് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ചോദ്യത്തിന് 15 മാർക്കല്ലേ, ഞാനൊരു പകുതി മാർക്ക് മിനിമം എക്സ്പെക്ട് ചെയ്യുന്നു. നിങ്ങളിപ്പോൾ പഠിച്ച് നിങ്ങൾക്ക് പറ്റുന്ന പോലെ എഴുതാണെങ്കിൽ ഒരു ചോദ്യത്തിന് ഒരു 7.5 മാർക്ക് പകുതി കിട്ടിയെന്നേക്കുക. ഇപ്പൊ 2 എണ്ണം നിങ്ങൾക്ക് ഈ രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ 2ഉം കൂടിയിട്ട് ഒരു 15 മാർക്ക് പാർട്ട് സിയിൽ നിന്ന് കിട്ടിയെന്നേക്കുക. പിന്നെ നമുക്ക് 21ലോട്ട് എത്താൻ എത്ര മാർക്ക് വേണം? 6 മാർക്ക് മതി. അതിന് നിങ്ങൾക്ക് പാർട്ട് എയിലോട്ട് ഫോക്കസ് ചെയ്യുക. പാർട്ട് എയിലെ 2 മാർക്സിന്റെ ഷുവർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കും ഈസി ആയിട്ട് അത് കവർ ചെയ്യാൻ സാധിക്കും. അധികം ടൈം വേണ്ട, മനസ്സിലായോ? 5 എണ്ണം കിട്ടും എന്തായാലും അതിൽ നിന്ന്. 5 എണ്ണം മുഴുവൻ കിട്ടിയില്ല, ഒരു 2-3 എണ്ണം എഴുതിയാൽ തന്നെ അവിടെ ഒരു 6 മാർക്കിന്റെ അടുത്തായി എന്നുള്ളതാണ്. അതില് ഡിറക്റ്റ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതില് കൊമേഴ്സ് ബിസിനസ് മോഡൽസിൽ ഇപ്പൊ B2C എന്താണ്, C2C എന്താണ്, B2E എന്താണ്, അങ്ങനെ കുറെ മോഡൽസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും വരുന്നതാണ്. ബ്രാൻഡിങ് എന്താണ്, ടേമുകള്, EFT എന്താണ്, EDI എന്താണ്,
അതുപോലെ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണ്, ഇമെയിൽ മാർക്കറ്റിംഗിന്റെ കൺസെപ്റ്റ്, ഈ ബിസിനസ് ഡിസൈൻ, ഈ റീറ്റെയിലിംഗ് എന്താണ്, WBIS എന്താണ്, SEO എന്താണ്, EPOSന്റെ കൺസെപ്റ്റ്, ദെൻ CRM, ബ്ലോക്ക് ചെയിൻ എന്താണ്, സൈബർ സെക്യൂരിറ്റി എന്താണ്, സൈബർ സ്പേസ് എന്താണ്, സൈബർ ടെററിസം എന്താണ്, അങ്ങനെ സൈബറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യം എല്ലാ പ്രാവശ്യം വരാറുള്ളതാണ്. ദെൻ കോൺട്രാക്ട് എന്താണ്, പ്രൊക്യൂർമെന്റ് എന്താണ്, IT Act 2000 എന്താണ്, ഇങ്ങനെ 2 മാർക്സിന്റെ ചോദ്യങ്ങളിൽ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. എന്താണെന്ന് പഠിക്കാൻ അധികം സമയം വേണ്ട. സോ ഇതിൽ നിന്ന് ഒരു 6 മാർക്ക് കിട്ടിയാൽ അപ്പോൾ തന്നെ നിങ്ങൾ 70-ൽ 21 കൂടുതലെത്തി. പിന്നെ നമുക്ക് അറിയുന്ന പോലെ 5 മാർക്സിന്റെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ 21 അബവ് ഈസി ആയിട്ട് കിട്ടി. പിന്നെ ഇന്റേണൽ മാർക്കും കൂടി ആയാൽ പുഷ്പം പോലെ നിങ്ങൾ പാസ്സാവില്ലേ. 5 മാർക്സിന്റെ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും പോയി നോക്കാം. ഞാനത് മുഴുവനായിട്ട് വീണ്ടും എടുത്തു പറയുന്നില്ല. സോ അതിൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഏതെങ്കിലും ഇപ്പൊ ഈ പഠിച്ച പല കാര്യങ്ങളും ചിലപ്പോൾ 5 മാർക്കിന്റെ വരും. അപ്പൊ അതിൽ 1-2 2-3 കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കുറച്ചും കൂടിയും ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനെ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടിക്കും ഈ ഒരു സബ്ജക്റ്റിൽ പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കും. ഈ ഒരു ടാക്ടിക് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പാർട്ട് C, പാർട്ട് A അറിയുന്ന പോലെ പാർട്ട് ബിയും എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക. ഫുൾ ടൈം എക്സാമുകൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കുന്നുള്ളതാണ്. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സിൽ പറഞ്ഞുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുക. ദെൻ ഓൾറെഡി എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോയിലത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് 90% അബോവ് പുഷ്പം പോലെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you and all the very best.